കുടുംബബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. തീർച്ചയായും ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മതലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഇമയനക്കങ്ങളിലും നാഥൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മധുരമായി പുഞ്ചിരിക്കുവാനും സ്വസ്ഥമായി ഉറങ്ങുവാനും കളങ്കമില്ലാതെ മറ്റുള്ളവരെ ചേർത്ത് അല്ലാഹുവിൻ്റെ കലാമായ അല്ലാഹു മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി നിശ്ചയിച്ചു തന്ന സന്മാർഗമായ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനമനുസരിച്ച് അല്ലാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്ന അനുഗ്രഹീതമായ സദസ്സ് കൂടിയാണിത്. നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതു മുതൽ തിരിച്ച് വീടകങ്ങളിലേക്ക് എത്തുന്നത് വരെ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ധാരാളമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണിത്. ആരാണോ എന്നെക്കുറിച്ച് പറയുന്നത് അവനെക്കുറിച്ച് ഏഴാൻ ആകാശത്തു നിന്നും ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന മലക്കുകളോട് വിശിഷ്ടരായ അല്ലാഹുവിൻ്റെ സൃഷ്ടികളോട് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ സദസ്സിനെക്കുറിച്ച്, ഈ സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ചും കേട്ടുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചും തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല ഏഴാൻ ആകാശത്തു നിന്നും അല്ലാഹുവിൻ്റെ മലായിക്കത്തുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമെന്നും സത്യവിശ്വാസികളായ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ അദ്ദേഹം പ്രവേശിച്ചു. അവിടെ പോയ സമയത്ത് കുറച്ചാളുകൾ നിന്ന് നമസ്കരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ തസ്ബീഹിലും തഹ്ലീലുമായി മുഴുകിയെന്നതായും അദ്ദേഹം കണ്ടു. വേറെ ചില ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ ചിലർ മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ടവരാണ്. ചിലപ്പോൾ നമ്മൾ കരുതുക നമസ്കരിക്കുകയും തസ്ബീഹിലും തഹ്ലീലുമായി കഴിയുന്ന ആളുകളായിരിക്കാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇപ്പുറത്തെ ആളുകളെക്കാൾ ശ്രേഷ്ഠരെന്നായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതിയതെന്ന്. തുടർന്ന് ഇത് പറഞ്ഞ പ്രവാചകൻ തിരുമേനി ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടരോടൊപ്പം ഇരിക്കുകയും ഞാൻ നിങ്ങളിലേക്ക് ഒരു അധ്യാപകനായിട്ട് കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്, നിയോഗിക്കപ്പെട്ടതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ കൂട്ടരേക്കാൾ അള്ളാഹുവിനേറെ പ്രിയങ്കരമായവർ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ഈ കൂട്ടരാണ്. കാരണം അക്കൂട്ടരുടെ പ്രാർത്ഥനകൾ തീർച്ചയായും അള്ളാഹു സ്വീകരിച്ചേക്കാം, സ്വീകരിച്ചില്ലെന്ന് വരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദത്തെക്കുറിച്ച് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഈ കൂട്ടരാണ് അവരെക്കാൾ ശ്രേഷ്ഠരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. തീർച്ചയായും അത്തരം ഒരു വേദിയിലേക്കാണ് ഈ ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഈ പരിപാടി നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ശിഹാബ് സാഹിബ് വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യൻ പഠിക്കുന്നതെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം നിങ്ങളോട് സൂചിപ്പിച്ചത്. നിങ്ങളുടെ നിലപാടുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് മാറ്റം വരുത്തുന്ന വിശുദ്ധ ഖുർആൻ, നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കുന്ന വിശുദ്ധ ഖുർആൻ, മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്ന വിശുദ്ധ ഖുർആൻ, സമൂഹവുമായിട്ടുള്ള നിങ്ങളുടെ ഇടപാടുകളിൽ നീതിപൂർവം വർത്തിക്കുവാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ, രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സമാധാനപൂർവ്വം അള്ളാഹുവിൻ്റെ സ്വർഗം കിനാവ് കൊണ്ട് ഉറങ്ങുവാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ, എല്ലാത്തിനും അപ്പുറം ഈ ഹലോകത്തിലെ മുഴുവൻ കെട്ടുപാടുകളിൽ നിന്നും വിട്ട് റബ്ബിൻ്റെ സ്നേഹത്തിലേക്കും അവൻ്റെ ഇഷ്ടത്തിലേക്കും അവൻ നൽകിയ അനുഗ്രഹത്തിൽ സന്തോഷിച്ചും അതിനോട് സംതൃപ്തിപ്പെട്ടും ഒരു മനുഷ്യനെ ജീവിപ്പിക്കുവാൻ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കാൻ ഇമാമ നിന്നപ്പോഴേ സൂറത്ത് യാസീനിലെ ഒരു ആയത്തോതി. ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം പാരായണം ചെയ്യുന്ന സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ മറുപടി പറയാൻ സാധിക്കും, അത് സൂറത്ത് യാസീനാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാസീനിലെ കുറച്ചായത്തുകൾ പാരായണം ചെയ്തപ്പോൾ അദ്ദേഹം പാരായണം ചെയ്തത് വംതാസല്ലൂമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ ഇലൈക്കും യാ ബനി ആദമ, വംതാസൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി അടുത്ത ആയത്ത് അദ്ദേഹത്തിന് കിട്ടുന്നില്ല, അദ്ദേഹത്തിന് പാരായണം ചെയ്യുന്നില്ല. അപ്പോൾ സഹാബാക്കൾ കരുതേ അദ്ദേഹം മറന്നുപോയതായിരിക്കാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടുത്ത ആയത്ത് സഹാബാക്കൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ ഓതിയില്ല. പിന്നെയും പ്രവാചകൻ പറഞ്ഞത് വംതാസല്ലൂമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ഇബാദത്ത് ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയില്ലയോ, നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക് എന്ന ആയത്ത് പിന്നീട് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുകയാണ്. മൂന്നാമതും അദ്ദേഹം ഇത് തന്നെ പാരായണം ചെയ്ത ഒടുവിൽ നമസ്കാരത്തിന് ശേഷം സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അല്ലയോ യാ റസൂലല്ലാഹ്, താങ്കൾക്ക് എന്താണ് പറ്റിയത്? താങ്കൾ എന്താണ് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടും അതിനുശേഷം പാരായണം ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അവർ ആശ്ചര്യപ്പെട്ടു പോയത്. കാരണം പ്രവാചകൻ തിരുമേനി അവിടെ വിതുമ്പിപ്പൊട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് സ്വഹാബാക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ആ ആയത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നിട്ടില്ലയോ? നിങ്ങൾ ആ ഒരു ആയത്തിൻ്റെ അതിൻ്റെ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് നിങ്ങൾ സങ്കല്പിക്കാൻ തയ്യാറായിട്ടില്ലയോ? നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ശരിയാണെന്ന് കരുതേ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ തിക്കിത്തിരക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് അള്ളാഹ് പറയാണ്, എങ്ങോട്ടാണോ ഇങ്ങനെ തിക്കിത്തിരക്കി വരുന്നത്? വംതാസല്ലൂമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക്. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ കാത്തിരിക്കുന്ന, അവരെ സ്വീകരിക്കുവാൻ വേണ്ടി തുടിച്ചു നിൽക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് കുറ്റവാളികൾ അങ്ങോട്ടൊക്കെ മാറി നിൽക്കുക. എങ്ങോട്ടാണ് ഈ ധൃതിപ്പെട്ട് മുന്നോട്ട് വരുന്നത് എന്ന് ചോദിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. അതുകൊണ്ടാണ് ആയത്തിന് തുടർച്ചയായിട്ട് എനിക്ക് പാരായണം ചെയ്യാൻ സാധിക്കാതിരുന്നതെന്ന് സൂറത്ത് യാസീനിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രയോ പ്രാവശ്യം സൂറത്ത് യാസീൻ പാരായണം ചെയ്ത നമ്മൾക്കൊരിക്കലും വംതാസല്ലൂമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന ആയത്ത് കേട്ടപ്പോൾ ഹൃദയം പ്രകമ്പനം കൊള്ളുകയോ വിറകൊള്ളുകയോ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് നമ്മളൊക്കെയും ഇങ്ങനെ വന്നു ചേരുന്നതിനെ കുറിച്ച് ഭാവന കാണുവാനും നമുക്ക് സാധിച്ചിട്ടില്ല. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന, നമുക്കുണ്ടായിത്തീരേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് തീർച്ചയായും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഒരുപാട് നിരവധി ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ സ്റ്റഡി സെൻ്ററിലൂടെ പഠിച്ചു വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മറിയം എന്ന് കേൾക്കുമ്പോഴും ആസിയ ബീവി എന്ന് കേൾക്കുമ്പോഴും ആയിഷ ബീവിയുടെ ചരിത്രം പറയുമ്പോഴും ഖൗല ബിൻത് സഅലബ് എന്ന് കേൾക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹറമിലേക്ക് മക്കയിലേക്ക് യാത്ര തിരിക്കുമ്പോഴും അവിടെ നിന്നും ചരിത്ര ഭൂമിക കാണുമ്പോഴും ഓരോരുത്തരെയുമായിട്ടും ഹാജറ ബീവി അല്ലെ സഫാ മറവ കുന്നുകൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഹാജറ ബീവിയെ കുറിച്ചും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും നമ്മുടെ ഹൃദയത്തിലേക്ക് ചരിത്രമായിട്ട് ഓടിയെത്തുക. നമ്മൾ പറയാറുണ്ട്, സാധാരണ പുരോഗമനമെന്ന് പറയുന്ന പുരോഗമനവാദികൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, നിങ്ങൾക്കൊരിടവും കൽപ്പിക്കാത്ത മതമാണ് ഇസ്ലാം. പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിം സ്ത്രീകളും കേട്ടിട്ടുള്ള വർത്തമാനമായിരിക്കാം, ഇസ്ലാമിൽ സ്ത്രീക്ക് ഒരു പ്രാധാന്യവുമില്ല. എവിടെയാണ് നിങ്ങൾക്ക് സ്വർഗമുള്ളത്? ആണുങ്ങൾക്ക് വേണ്ടി അതിങ്ങനെ പ്രത്യേകമായിട്ട് റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചല്ലേ നിങ്ങൾ വർത്തമാനം പറയുന്നത്? പെണ്ണിനിടമില്ലാത്ത സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് പണിയെടുക്കുന്നതെന്ന് മുസ്ലിം സ്ത്രീകളോട് പിന്നെയും പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോഴാണ് മറിയം ബീവിയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അധ്യായം തന്നെ സൂറത്ത് മറിയമാണെന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറിയം ബീവിയുടെ അടുക്കലേക്ക് അല്ലേ സക്കരിയ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലയോ മറിയം, നിനക്കെവിടെ നിന്നാണ് ഇത്രമാത്രം ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടിയത്? പിന്നീട് നിനക്കൊരു കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നു മറിയം എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെട്ട് മറിയം ബീവി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞ് ജനിക്കുക? എന്നെ ഇന്നേ വരെ ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാണ് പ്രാർത്ഥനാ നിരതയായി കഴിയുന്ന, മിഹ്റാബിലേക്ക് നേർച്ച നേരപ്പെട്ട, എനിക്കെങ്ങനെയാണ് തെറ്റിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത പതിവ്രതയായ നിഷ്കളങ്കയായ ഒരു പെണ്ണിനെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞുണ്ടാവുക എന്ന അത്ഭുതത്തോടു കൂടി മറിയം ബീവി ചോദിക്കുന്നുണ്ട്.
വിശുദ്ധ ഖുർആനിൻ്റെ ആ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോടാണ് മറിയം ബീവി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് മറിയം ബീവിക്ക് അള്ളാഹു നൽകിയ പരീക്ഷണത്തിൽ ഒടുവിൽ അത് സഹിക്കാവുന്നതിനും അപ്പുറത്താകുമ്പോഴാണ് മറിയം ബീവി പ്രാർത്ഥിക്കുന്നത്, നാഥ, ആളുകളുടെ ചോദ്യശരങ്ങൾ കൊണ്ട് ഞാൻ വീർപ്പുമുട്ടിയിരിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ട്, പറ മറിയം, നിന്റെ ഉമ്മ ഒരു വ്യഭിചാരിണിയല്ലല്ലോ, നിന്റെ സഹോദരന്മാരും അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാണ് മറിയമേ നീ ഒരു വ്യഭിചാരിയായി തീർന്നത്? ചോദ്യത്തിൻ്റെ ശരങ്ങൾ കൂടുമ്പോഴാണ് അള്ളാഹുവിനോട് മറിയം ബീവി പറയുന്നത്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയ്യൻ മൻസിയ. നാഥ, ഇങ്ങനെ ഒരു മറിയം ജീവിച്ചിരുന്നിട്ടില്ല എന്നതുപോലെ എന്നെ എല്ലാവരും മറന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മിത്ത് ഖബ്ല ഹാദാ, ഈ പ്രസവത്തിന് മുൻപേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാഥ എന്ന മറിയം ബീവിയുടെ ചോദ്യങ്ങൾ വായിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാക്കിയതെന്നും ഈസ ഇബ്നു മറിയം എന്ന പ്രവാചകന്റെ ഉമ്മയായിട്ട് എങ്ങനെയാണ് മറിയം ബീവിയെ ഉയർത്തിയതെന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുക. അപ്പോഴാണ് ആസിയ ബീവിയെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ഖുർആനിൽ പഠിക്കുന്നത്. സൂറത്തുൽ ഖസസിൽ, സൂറത്തു ത്വാഹയിൽ ഒരുപാട് കഥകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ച് നൽകുന്നുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് ആദ്യം പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമയുടെ ഉമ്മയെക്കുറിച്ചാണ്. തീർച്ചയായും ഞാൻ മൂസാ നബി അലൈഹിസ്സലാമയുടെ ഉമ്മക്ക് വഹി നൽകിയ സന്ദർഭം, അൻ അർളഈഹി, നീ അവന് മുലയൂട്ടുക, നീ ഭയക്കേണ്ടതില്ല. ഫറോവയുടെ കിങ്കരന്മാരെ അവനെ കൊന്നുകളയാൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്, പക്ഷെ നീ ഭയപ്പെടേണ്ടതില്ല, നീ സങ്കടപ്പെടേണ്ടതല്ല. നീ ഒരു പേടകത്തിലാക്കിയിട്ട് ആ കുഞ്ഞിനെ നീ ഒഴുക്കിക്കളയുക, നീ ഒഴുക്കി വിടുക. തീർച്ചയായും അള്ളാഹു അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഉമ്മി മൂസ എന്ന് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷമാണ് സഹോദരിയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവൾ അവളുടെ മകളോട് പറഞ്ഞ സന്ദർഭം, വഖാലത്തിൽ യുഖ്തിഹി ഖുസ്സിഹി ഫബസറതു ബിഹി അൻ ജുൻബിൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറയുന്നുണ്ട്, മോളെ, നീ ഈ പേടകം എങ്ങോട്ടേക്കാണെന്ന് പോകുന്നതെന്ന് സൂക്ഷ്മമായിട്ട് നോക്കണം. നമ്മൾ അന്ന് ആലോചിച്ച് നോക്കുക, സർവാധികാരിയായിട്ട് സ്വേച്ഛാധിപതിയായ ഒരു ഭരണകൂടത്തിൻ്റെ നേതാവിനോടാണ് ഭരണാധികാരിയുടെ കിങ്കരന്മാരിൽ നിന്നും മൂസയെ കൊന്നുകളയുവാൻ വേണ്ടി ശ്രമിക്കുന്നവരിൽ നിന്നും, മോളെ, നീ മെല്ലാതെ നോക്കണം, പക്ഷെ നീ നോക്കുന്നതായിട്ടായിരിക്കും മനസ്സിലാവരുത്. 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് നൈൽ നദിയുടെ തീരത്തൂടെ നടന്ന് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ചരിത്രം വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അവൾ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആരുടെയും പാല് കുടിക്കുവാൻ തയ്യാറാവാതിരുന്ന മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ കൊച്ചനുജനാണ്, പക്ഷെ ആർക്കും മനസ്സിലാവരുത് ഇതെൻ്റെ അനുജനാണെന്ന്. ഞാൻ ഈ പെട്ടി ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും മനസ്സിലാവരുത് ഞാൻ ഈ പെട്ടി നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാവരുത്. അങ്ങനെയാണ് ആ പെൺകുട്ടി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ചെന്നുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു കുടുംബത്തെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ? ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും, ഏറ്റവും നന്നായി കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്ന മന്ത്രിമാരോട്, ഫറോവയോട് കുട്ടി ചോദിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയുടെ സഹോദരി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ വീണ്ടും ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഞാൻ നിന്നെ സങ്കടപ്പെടുത്തില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് മൂസാ നബി അലൈഹിസ്സലാമയുടെ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ചരിത്രമാണത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ സ്ത്രീകളുടെ ചരിത്രം കൂടിയാണിത്. നമുക്കെന്താണ് ചെയ്യുവാനുള്ളതെന്ന് പലരും ചോദിക്കുന്ന സമയത്ത് മറിയം ബീവിയെക്കുറിച്ചും ആസിയ ബീവിയെക്കുറിച്ചു കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പേടകമെടുത്ത് ഫറോവയുടെ അടുക്കിലേക്ക് കൊണ്ടു ചെന്നിട്ട് ഫറോവയോട് ആസിയ ബീവി പറയുന്നുണ്ട്, എനിക്കും താങ്കൾക്കും കൺകുളിർമയുള്ള ഒരു കുഞ്ഞായിട്ട് നമുക്കിതിനെ വളർത്താൻ സാധിച്ചുവെങ്കിലോ, ഖുർറത്തുൻ ലീ വഅയ്നൻ ലക്, താങ്കളുടെ കണ്ണിനും എനിക്കും കൺകുളിർമയുള്ള ഒരു കുഞ്ഞായിട്ട് നമുക്കിതിനെ വളർത്താമല്ലോ എന്ന് ആസിയ ബീവി പറയുന്നുണ്ട്. ഒടുവിൽ ആസിയ ബീവിയുടെ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫറോവ പറയുന്നത് തെറ്റാണ്, ഫറോവ ചെയ്യുന്നതും തെറ്റാണ്. മൂസാ നബി അലൈഹിസ്സലാമ പറയുന്നതാണ് ശരി. അതുകൊണ്ട് ഞാൻ എൻ്റെ വളർത്തുപുത്രനായ മൂസയിൽ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആസിയ ബീവിയാണ് ക്രൂരപീഡനങ്ങൾക്ക് ശേഷം ഫറോവ കൊന്നുകളയുന്നത്. അപ്പോഴാണ് ആസിയ ബീവി പ്രാർത്ഥിക്കുന്നത്, അതിനു മുമ്പ്, റബ്ബേ, ഞാൻ രാജ്ഞിയാണ്, ഈ രാജ്യത്തിൻ്റെ രാജ്ഞിയാണ് ഞാൻ,
എല്ലാവിധ സുഖവും സൗകര്യങ്ങളുമുള്ള ഒരു കൊട്ടാരത്തിലെ രാജ്ഞിയാണ് ഞാൻ. ഫറോവയുടെ രാജാധിപതിയായ സ്വേച്ഛാധിപതിയായ ലോകം കണ്ട് അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയുടെ രാജ്ഞിയാണ് ഞാൻ. പക്ഷെ എനിക്ക് സുഖവും സൗകര്യവും വേണ്ടതില്ല നാഥ, നിന്റെ സ്വർഗത്തിൽ ഒരു കുഞ്ഞു വീട് തന്ന നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആസിയ ബീവിയുടെ പ്രാർത്ഥനയും നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്നവരാണ് നമ്മൾ. ഹമീദ ഖുതുബിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഹമീദ ഖുതുബ് തൻ്റെ ആത്മകഥ എഴുതുന്ന ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ, സയ്യിദ് ഖുതുബിൻ്റെ സഹോദരിയാണ് അവർ പറയുന്നുണ്ട്, വിപ്ലവത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മയുടെയും സഹോദരൻ്റെയും ഒക്കെയും കൂടെ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കഴിഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ സമരം നടന്നിട്ടുണ്ട്, പക്ഷെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വരുന്ന പ്രയാസം എന്താണെന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാനൊരിക്കലും അനുഭവിച്ചിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ജമാൽ അബ്ദുൽ നാസറിൻ്റെ കിങ്കരന്മാരെന്നെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ, അവിടെ എന്നെ തടങ്കലിലിട്ട സമയത്ത് ഞാൻ ഭയന്നു പോയി. അല്ലാഹുവേ, എൻ്റെ വിശ്വാസത്തിന് കുറവ് സംഭവിക്കുമോ എന്ന് ഞാൻ വല്ലാതെ ഭയന്നു പോയെന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിനോട് എനിക്ക് സ്ഥൈര്യം തരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നാഥ, എനിക്ക് നീ ക്ഷമ തന്ന് അനുഗ്രഹിക്കണമേ എന്നവർ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, 3 സെല്ലുകൾക്കപ്പുറത്ത് നിന്ന് മനോഹരമായ ഒരു ഖുർആൻ പാരായണം ഞാൻ കേട്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ അതിമനോഹരമായ ഒരു പാരായണം ഞാൻ കേട്ടത് സൂറത്തു സുമറിലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി. നിങ്ങൾക്ക് അല്ലാഹു മതിയായവനല്ലയോ? നിങ്ങൾക്ക് അല്ലാഹു പോരെ? മറ്റു പലരെയും കുറിച്ച് അവർ പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തുന്ന അത് നീ ഭയക്കുകയാണോ ചെയ്യുന്നതെന്ന ഒരു ചോദ്യം എൻ്റെ ഇടത്തേക്ക് അപ്പോഴാണ് എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി എന്നതുപോലെ ഇട്ട് തന്നതെന്ന് ഹമീദ ഖുതുബ് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നീട് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് വരെയും എൻ്റെ ഹൃദയത്തിനൊരു ചാഞ്ചാട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് ഹമീദ ഖുതുബ് പറയുന്നുണ്ട്. ഹൃദയത്തിന് സ്ഥൈര്യം നൽകുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിൻ്റെ അടിമക്ക് അല്ല പോരെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് മതിനാഥ എന്ന് പറയുവാൻ ഒരു വിശ്വാസിയെ പ്രചോദിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിന്റെ ഹൃദയത്തിനോട് നിന്റെ ഖുർആൻ സംസാരിക്കുന്നുണ്ടോ? കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുട്ടിയുടെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കരയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് ഒരു സത്യവിശ്വാസിയോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം തരളിതമാവാറുണ്ടോ? നിങ്ങളുടെ തൊലി, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ കണ്ണുകൾ അതോടൊപ്പം സഞ്ചരിക്കാറുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങൾ ജീവിതത്തിൻ്റെ നിയമങ്ങളായി കൂടി മാറേണ്ടതുണ്ട്, അല്ലേ? നമ്മളുടെ വീടകങ്ങളിലെ ചില നിയമങ്ങൾ നമ്മളാണോ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ സമുദായത്തിൻ്റെ മതപൗരോഹിത്യം നമുക്ക് പഠിപ്പിച്ചു തന്ന നിയമങ്ങളാണോ നമ്മളുടെ നിയമങ്ങളായിട്ട് മാറാറുള്ളത്? അതല്ല, വിശുദ്ധ ഖുർആനാണോ നമ്മളുടെ നിയമം? ചില ഉദാഹരണങ്ങളടക്കം ചില നമ്മുടെ ജീവിതത്തിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ ഈ തിരുവനന്തപുരത്താണ് ഒരു ബസ് സ്റ്റോപ്പിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള വളരെ നിസ്സാരമായൊരു ചോദ്യം വന്നത്. പക്ഷെ അതിനേക്കാൾ അപകടകരമാണ് അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ മർമ്മമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബസ് സ്റ്റോപ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാൽ, എത്രയോ നേരം അവരവിടെ ഇരുന്നാൽ, അവർ ഫ്രണ്ട്സാണ്, അവർ കൂട്ടുകാർ മാത്രമാണ്. കാണുന്ന നിങ്ങൾക്കാണ് പ്രശ്നമെങ്കിൽ രോഗമുള്ളത് നിങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് പറയുമ്പോൾ, ആളുകൾ പറയുമ്പോഴേ ശരിയാണോ, എനിക്കാണോ രോഗമുള്ളതെന്ന് ചിലപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നവർ ചിന്തിച്ചു പോയേക്കാം. ആ ബസ് സ്റ്റോപ്പ് തകർത്ത സമയത്തെങ്കിൽ ഞങ്ങൾ മടിയിൽ കയറിയിരിക്കാൻ കാണട്ടെ നിങ്ങളുടെ വിപ്ലവം, ഇതാണ് ഞങ്ങളുടെ വിപ്ലവമെന്ന് ഒരു കൂട്ടർ തീരുമാനിക്കുന്ന സമയത്ത്, ഇതാണ് ശാക്തീകരണമെന്നും മൊറാലിറ്റി എന്നും സദാചാരമെന്നും പറയുമ്പോൾ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുക. അത് പെണ്ണിനോട് മാത്രമല്ല പറയുന്നത്, ആദ്യം ആണിനോട് പറഞ്ഞിട്ടാണ് രണ്ടാമത് പെണ്ണിനോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുക.
നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക. എന്നിട്ട് പെണ്ണിനോട് പറയാണ്, നിന്റെ വസ്ത്രധാരണ രീതി അത് നീ സൂക്ഷിക്കണം, നീ കണ്ണുകളെ താഴ്ത്തണം, നീ കൊഞ്ചുകുഴഞ്ഞ് സംസാരിക്കരുത്, ആളുകളുടെ ശ്രദ്ധ കിട്ടുന്ന വിധത്തിൽ നീ കാലടിച്ച് നടക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ പതിവ്രതയും നിന്റെ അഭിമാനവും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ നിന്റെ ഭാഗത്തു നിന്നും സംസാരം ഉണ്ടാവരുത്. കാരണം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ഒരു പുരുഷൻ്റെ ഹൃദയത്തിൽ രോഗമുണ്ടായേക്കാം. ആ രോഗത്തെ കൂട്ടുന്ന വിധത്തിലുള്ള വർത്തമാനങ്ങൾ നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതോടുകൂടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം. ഒരു യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി അംഗീകരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനങ്ങളിലൂടെ ചെയ്യുന്നത്. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആണിനെക്കുറിച്ചും പെണ്ണിനെക്കുറിച്ചും ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ ഇമയനക്കങ്ങളെക്കുറിച്ചും നിയമങ്ങൾ പഠിപ്പിക്കുമ്പോഴും രണ്ടു കൂട്ടരെക്കുറിച്ചും കൃത്യമായി അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നിയമങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് സദാചാരത്തെക്കുറിച്ച്, കുടുംബസങ്കല്പത്തെക്കുറിച്ച്, വിവാഹ നിയമങ്ങളെക്കുറിച്ച്, വിവാഹമോചന നിയമങ്ങളെക്കുറിച്ചൊക്കെയും ഇസ്ലാം പറയുന്ന സമയത്ത് അതിൻ്റെ ഓരോ ക്രൈറ്റീരിയയും അതിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? ചില വിവാഹമോചന കേസുകൾ കേൾക്കുമ്പോഴേ അതിനെക്കുറിച്ച് വർത്തമാനം നടക്കുമ്പോഴാണ് പറയുക, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇതിത്രമാത്രം വലിയ ഒരു പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരുമിച്ച് പോകുവാൻ സാധിക്കില്ല എന്നറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിച്ചത്. എന്നാൽ വിവാഹമോചനത്തിനെ കുറിച്ചുള്ള ക്രൈറ്റീരിയ എന്താണ്? നിങ്ങൾ പരസ്പരം സംസാരിക്കുക എന്നത് തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ പാഠം. അവിടെ നമ്മൾ അടിക്കുക എന്ന് മാത്രമേ കാണൂ. നിങ്ങളുടെ കിടപ്പറയിൽ നിന്നും അവരെ മാറ്റിക്കിടത്തുക, ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കുക. എന്നിട്ടും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല എങ്കിൽ രണ്ട് കുടുംബത്തിൽ നിന്നും നിങ്ങൾ സന്ധി സംഭാഷകരെ നിശ്ചയിക്കണം, രണ്ട് കൂട്ടരെയും കേൾക്കണം. എന്നിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് അവർക്കൊരുമിച്ച് പോകുവാൻ സാധിക്കുന്നില്ല, അവർ അള്ളാഹുവിൻ്റെ പരിധികളെ ലംഘിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, ആര് ഭയപ്പെട്ടാൽ? ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്ന ആളുകളോടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭയമുണ്ട്, അവർ എന്ത് ചെയ്യും? അവർ തെറ്റ് ചെയ്യും. വേറൊരു മനുഷ്യനെ പ്രണയിച്ചേക്കാം ഈ മനുഷ്യനോടുള്ള ദേഷ്യം കൊണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ പരസ്പരം, ഇന്ന് നമ്മൾ കാണാറില്ലേ, അക്രമ സ്വഭാവത്തിൽ പ്രവർത്തിച്ചേക്കാം, അനീതി കാണിച്ചേക്കാം എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കിടയിൽ എന്ത് ചെയ്യുക? അവർക്കിടയിൽ തീരുമാനമെടുക്കുക. അവർ പിരിയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് പിരിയുക. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണത്. ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ ജീവിക്കുക, അതല്ല എങ്കിൽ മാന്യമായിട്ട് നിങ്ങൾ പിരിയുകയും ചെയ്യുക. വിവാഹമോചനം ചെയ്യുന്ന രണ്ട് കൂട്ടരെ കുറിച്ച് ഇന്ന് നമ്മൾ കേട്ടുവരുന്ന ഒരു വലിയ വർത്തമാനമുണ്ടല്ലേ? രണ്ട് കുടുംബക്കാരും തമ്മിൽ പറയേണ്ടതൊക്കെയും പറഞ്ഞ് അഭിമാനം വ്രണപ്പെടുത്തി ആളുടെ ഒരു കുടുംബത്തിൻ്റെ എല്ലാവിധ അഭിമാനത്തെയും പിച്ചു ചീന്തി ചളിവാരി എറിഞ്ഞിട്ടൊടുക്കം വിവാഹമോചനത്തിൻ്റെ അവസാന വർത്തമാനവും പറഞ്ഞിറങ്ങുന്ന രണ്ട് കൂട്ടരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഇംസാകും ബിമഅറൂഫ്, പറ്റുവാണെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾ പറഞ്ഞു വിടുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, നിങ്ങൾ ഒരിക്കലും വലാ തരിസുൻ നിസാഹ കർഹ, നിങ്ങൾ ഒരിക്കലും സ്ത്രീകളെ ബലം പ്രയോഗിച്ച് അനന്തരമെടുക്കരുത് എന്നതാണ് ആയത്ത്. ഈ ഒരു ആയത്തിൻ്റെ സബബ് നുസൂലിനെ കുറിച്ച് അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു സ്വഹാബി വനിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പരാതി പറയാണ്, പ്രവാചകരെ എനിക്ക് വയ്യാണ്ടായി, എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നുന്നു പ്രവാചകരെ, കാരണം എൻ്റെ ഭർത്താവ് മരിച്ചു, എനിക്ക് കുറച്ച് അനന്തര സ്വത്തുണ്ട്, ഇതെന്നിൽ നിന്നും നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർക്കത് പിടിച്ചു വെക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിവാഹം ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. കാരണം അനന്തരാവകാശം എന്ത് ചെയ്യും, അനന്തര സ്വത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയം. ഇത് വേറെ ആരിലേക്കെങ്കിലും പോയാലോ എന്ന ഭയത്തിൽ എന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല പ്രവാചകരെ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങുന്നത്, നിങ്ങൾ ഒരിക്കലും സ്ത്രീകളെ ബലം പ്രയോഗിച്ചെന്ത് ചെയ്യരുത്, അവരെ നിങ്ങൾ അനന്തരമെടുക്കരുത് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേ വിഷയമാണ് സൂറത്തുൽ മുജാദലയിലെ 1-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഖൗല ബിൻത് സഅലബ് എന്ന് പറയുന്ന സഹാബി വനിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ ഹസ്ബൻഡ് ഇടക്കിടക്ക് എന്നോട് പറയും, നീ എൻ്റെ ഉമ്മാനെ പോലെയാണ്. കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല, ഞങ്ങൾ ദമ്പതികളല്ല. ലിഹാർ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. പ്രവാചകരെ, ഇങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞ്
ഒരു വർത്തമാനം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയെക്കുറിച്ച്, അതിൻ്റെ അനീതിയെക്കുറിച്ച് പ്രവാചകരെ താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുമാത്രം അനീതിപൂർണമായ ഒരു സിസ്റ്റമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് ചോദിച്ച ഹൗലാ ബിൻത് സഅലബിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 7ാം ആകാശത്ത് നിന്നും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. നിന്നോട് വന്ന് അവളുടെ ഇണയുടെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുന്നവളുടെ വർത്തമാനം ഞാനിതാ കേട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കുക. വ്യത്യസ്തങ്ങളായ ഒരുപാട് സംസ്കാരങ്ങളെ ജീവിതത്തിലേക്ക് പറിച്ചെടുത്തവരാണ് നമ്മൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം, ഇദ്ദയുടെ വിഷയത്തിൽ അല്ലേ. നല്ല നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് പിന്നെന്താ ജനലടക്കം ഇങ്ങനെ ഇരുട്ട് മൂടുന്ന രീതിയിൽ അടച്ചു വെച്ച് 3 മാസക്കാലെങ്കിൽ 4 മാസവും 10 ദിവസവും ഇരുട്ടറയിൽ സ്വന്തം കൂടെ പ്രവർത്തിക്കുന്ന പണിയെടുക്കുന്ന ടീച്ചേഴ്സായ മറ്റു മതത്തിലെ സ്ത്രീകളെ കൂടി കാണുവാൻ പാടില്ല എന്ന വിലക്കുകളോടുകൂടി ഇദ്ദ ആചരിക്കുമ്പോഴാണ് ഒരു പെണ്ണിൻ്റെ, മുസ്ലിം സ്ത്രീയുടെ ഇദ്ദയാവുക എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്. ഇതാണ് ഇദ്ദ. അതുകൊണ്ട് എനിക്കേറ്റവും പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീയെ കൂടി കാണുവാൻ പെർമിഷനില്ല എന്ന് പറയുന്ന, വിവാഹബന്ധം ഹറാമാക്കപ്പെട്ട പുരുഷന്മാരെ പോലും, സ്വന്തം സഹോദരനെ പോലും ചിലപ്പോൾ അല്ലേ, ഉപ്പയുടെ അനുജനെ പോലും ചിലപ്പോൾ കാണുവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടമെടുത്ത് ജീവിതത്തെ വികൃതമാക്കുന്ന ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, വലാ ജുനാഹ അലൈക്കും ഫീമാ അറൽതും എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറയുന്നത്, നിങ്ങൾ അവരോട് സംസാരിക്കുക, മാന്യമായി സംസാരിക്കാം. അഥവാ നിനക്ക് അവളെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഇദ്ദയുടെ സമയത്ത് നീ അത് പറയേണ്ടതില്ല, മറിച്ച് നിന്റെ മനസ്സിൽ അതുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് ആരാ പറയുന്നത്? വിധവാ വിവാഹത്തെക്കുറിച്ച് എന്താണ് നമ്മളുടെ കൺസെപ്റ്റ്? അവിടെയാണ് ഇസ്ലാം പറയുന്നത്, ഇദ്ദയിൽ ഇരിക്കുന്ന സ്ത്രീയോട് നീ പ്രകടമായിട്ട് അത് പറയരുത്, പക്ഷേ നിനക്കത് സൂചിപ്പിക്കാം. യൂസുഫുൽ ഖർളാവി, മഹാനായ പണ്ഡിതൻ യൂസുഫുൽ ഖർളാവിയെ പോലെയുള്ള ആളുകൾ പറയുന്നതിൻ്റെ വിശദീകരണത്തിന് പറയുന്നത്, ഞാൻ നിന്നെ വിവാഹം ആഗ്രഹിക്കുന്നു എന്ന് നേർക്കുനേരെ പറയരുത് എന്നാണ് റബ്ബ് അതിലൂടെ സൂചിപ്പിച്ചത്. മറിച്ച് നീ അത് വ്യംഗ്യമായി സൂചിപ്പിക്കാമെന്ന് പറഞ്ഞതോടുകൂടി എന്ത് നിനക്ക് പറയാം അവളോട്? എനിക്കൊരു സ്വാലിഹായ സ്ത്രീയെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിനക്ക് വ്യംഗ്യമായി പറയാം. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ എത്ര വികൃതമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കുന്നത് എന്ന് നോക്കുക. സ്ത്രീധനെക്കുറിച്ച് വർത്തമാനം പറയല്ലേ, സ്ത്രീധനത്തെക്കുറിച്ച് നമ്മൾ വർത്തമാനം പറയും. സൂറത്തുൽ ഖസസിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെക്കുറിച്ച്. ഫറോവയുടെ അവിടെ നിന്നും ഒരു ഖിബിത്തിയെ കൊന്നതിന് ശേഷം അദ്ദേഹം പോകുന്നുണ്ടല്ലോ, അബദ്ധത്താൽ അദ്ദേഹം മരിച്ചുപോയതാണ്, കൊല്ലപ്പെട്ടതാണ്. അവിടെ നിന്നും അദ്ദേഹം ഓടിപ്പോയിട്ട് അങ്ങനെ അദ്ദേഹം ഒരു 2 പെൺകുട്ടികളെ കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്, കിണറിൽ നിന്ന് വെള്ളം കോരാൻ ശ്രമിക്കുന്നു, അത് പറ്റാണ്ട് അവർ ദൂരെ നിന്ന് മാറി നിൽക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം അവരെ സഹായിക്കുന്നു. ശുഐബ് നബി അലൈഹിസ്സലാമയുടെ പെൺമക്കളായിരുന്നു അവരങ്ങനെ ശുഐബ് നബി അലൈഹിസ്സലാമയോട് വന്നിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങളെ ഒരു ധൈര്യശാലിയായ, അമീൻ, വിശ്വസ്തനായ, കവിയ്, ശക്തിമാനായ ഒരാളാണ് ഞങ്ങളെ സഹായിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ശുഐബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറയുന്നത്, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജജ്. 8 വർഷക്കാലം നീ എനിക്ക് സേവനം ചെയ്യാം എന്ന ഉപാധിയാൽ ഇവരിൽ 2 ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് സ്ത്രീധനം? സ്ത്രീധനാണോ മഹറാണോ? അല്ലേ? എൻ്റെ കുട്ടിക്ക് ഇത്രയും വയസ്സായി, എങ്ങനെയെങ്കിലും ഒന്ന് തലമെന്ന് ഭാരം ഒഴിഞ്ഞു കിട്ടിയാൽ മതി, പൊര നിറഞ്ഞു നിൽക്കുന്ന മകളെ ഒന്ന് കെട്ടിച്ചു വിട്ടാൽ മതി എന്ന് കരുതുന്ന, ഇനി ആ മനുഷ്യന് ചില ദൂഷ്യങ്ങളുണ്ടെങ്കിലും സാരമില്ല, ഇത്ര സ്ത്രീധനം കൊടുത്ത് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം ചെയ്തേൽപ്പിച്ചാൽ മതി എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകന് ശുഐബ് നബി അലൈഹിസ്സലാം പറയുന്നത്, നീ എനിക്ക് സേവനം ചെയ്യണം, 8 വർഷം ആടിനെ മേയ്ക്കണം, എനിക്ക് ജോലി ചെയ്യണം, അതാണ് നീ എൻ്റെ പെൺകുട്ടിക്ക് നൽകുന്ന മഹർ എന്ന് പറയുന്ന അധ്യാപനത്തെ ഇനി എപ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക? ഇസ്ലാം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അധ്യാപനങ്ങളെയും നിങ്ങൾ നെഞ്ചിലേറ്റണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം, അല്ലേ? വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നേരത്തെ ശിഹാബ് സാഹിബ് സൂചിപ്പിച്ചു, ഫാത്തിഹയുടെ പോലും അർത്ഥം അറിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത് സാധ്യമാവുക?
നിങ്ങൾ അള്ളാഹുവിനോട് വർത്തമാനം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ നമസ്കാരത്തെ ഖുശൂഓടുകൂടി സമീപിക്കുവാൻ സാധിക്കുക? എല്ലാം നമസ്കാരത്തിൻ്റെ എല്ലാത്തിനും ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ് സലാം വീട്ടാൻ സാധിക്കുക? വ്യത്യസ്തങ്ങളായ ആയത്തുകളെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരിക്കൽ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ യാ ഉമ്മുൽ മുഅ്മിനീൻ, എനിക്ക് നിങ്ങളോടൊരു സംശയം ചോദിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ അൻ തൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ എന്ന ആയത്ത്. നമ്മൾ ആയത്ത് കേട്ടത് ബഹുഭാര്യത്വത്തെക്കുറിച്ച് വർത്തമാനം പറയുമ്പോഴാണ് അല്ലേ? 2 3 കെട്ടിക്കോ എന്നുള്ള ബഹുഭാര്യത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ആയിഷ ബിബിയോട് ചോദിച്ചത്, അല്ലയോ ഉമ്മുൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ സൂചിപ്പിച്ചത് യതീം മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്നും 2 3 ആളുകളെ വിവാഹം ചെയ്താൽ മതി എന്നാണെന്നല്ലോ. യതീം മക്കളുടെ സംരക്ഷണവും വിവാഹവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ആ സഹാബി ആയിഷ ബീവിയോട് ചോദിക്കുമ്പോഴും ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഒരു മനോഭാവത്തിനെതിരെയുള്ള വർത്തമാനമാണത്. എന്താണെന്നറിയുമോ? അനാഥ മക്കൾക്ക് ലഭിച്ച അനന്തരാവകാശത്തിൻ്റെ പണം ഉണ്ടല്ലോ, അത് തങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നവർക്ക് ഭയമുണ്ട്. അവർ ഈ അനാഥ കുട്ടികളെ ആർക്കും വിവാഹം ചെയ്തു കൊടുക്കുകയുമില്ല. സൗന്ദര്യം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ സ്വയം കല്യാണം കഴിക്കുകയുമില്ല. അവർ വിവാഹം കൊണ്ട് വിവാഹം കൊണ്ട് അനുവദിക്കപ്പെട്ടവരാണ് എങ്കിൽ പോലും എന്ത് ചെയ്യില്ല, അവരെ സൗന്ദര്യം കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ അവർ വിവാഹം ചെയ്യുകയോ അനന്തരാവകാശ സ്വത്ത് ആർക്കെങ്കിലും ആയി പോകുമോ എന്ന ഭയത്താൽ അവർ എന്ത് ചെയ്യില്ല, ആർക്കും വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യില്ല. ആ അനീതിക്കെതിരെ നിന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് അതിനെ തുടർന്നുള്ള ആയത്തുകളുടെ വിശദീകരണത്തിൻ്റെ സമയത്ത് ആയിഷ ബീവി പറയുന്നുണ്ട്. ആയിഷ ബീവിയോട് വേറൊരു സ്വഹാബി ഒരിക്കൽ ഉർവ ഇളയുമ്മ എന്ന് വിളിച്ചുകൊണ്ട് വന്ന് പറയുന്നുണ്ട്, ഇളയുമ്മ, എനിക്കൊരു ആയത്തിനെ കുറിച്ച് സംശയമുണ്ട്. ഇന്ന സഫാ വൽ മർആ മിൻ ശആഇരില്ലാ, അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് സഫയും മർവയും. ഫലാ ജുനാഹ അലൈക്കും എന്നുള്ള ആ ആയത്ത്, നിങ്ങൾക്ക് അതിലൂടെ തവാഫ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സഈ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല എന്ന ആയത്തുണ്ടല്ലോ. ഇളയമ്മ, എനിക്കൊരു സംശയം, അള്ളാഹു പറഞ്ഞത് തെറ്റില്ല എന്നതല്ലേ? അഥവാ കാര്യമൊന്നുമില്ല, നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നതല്ലേ അറബിയുടെ ഒരു അർത്ഥമറിയുന്ന ആൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ സഫാ മർവയ്ക്കിടയിൽ സഈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ലേ ഇളയമ്മ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി എന്ന പണ്ഡിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉർവയോട് പറയുന്നുണ്ട്, ഉർവ, നീ മനസ്സിലാക്കിയത് തെറ്റിപ്പോയിരിക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആ ആയത്തിൻ്റെ സബബുൻ നുസൂല് അൻസാരികളായ ആളുകളെ ഉദ്ദേശിച്ചായിരുന്നു. മുൻപ് അൻസാരികൾ സഫക്കും മർവക്കും, സഫയുടെ കുന്നിൻ്റെ മുകളിലാണ് അവർ മനാത്ത എന്ന വിഗ്രഹത്തെ സ്ഥാപിച്ചിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അവർ പരാതി പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ മനാത്ത എന്ന വിഗ്രഹത്തെ ഞങ്ങൾ ജാഹിലിയ്യ കാലത്ത് അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവിടെയാണ് സ്ഥാപിച്ചിരുന്നത്. ഞങ്ങൾ ആ സമയത്ത് ആ പർവ്വതത്തിന് ചുറ്റും ഞങ്ങൾ സഈ ചെയ്യുമായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും അങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളെ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു ഈ ആയത്തിറക്കിയത്, നിങ്ങൾ അതിൽ സഈ ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതാണ് യഥാർത്ഥ പണ്ഡിത, വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ പണ്ഡിത ഇവരാണ്, ഇതാണ് യഥാർത്ഥ പാണ്ഡിത്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ധാരാളമായി പഠിക്കുന്നവർ സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തിനെ നമ്മളൊന്ന് പഠന വിധേയമാക്കിയാൽ ഖുർആൻ സ്റ്റഡി സെൻ്ററുകളിൽ ധാരാളമായി പഠിക്കുന്നവർ സ്ത്രീകളാണ്. റാങ്ക് ഹോൾഡേഴ്സും അവരാണ്. ഫാത്തിമ ശബരിമാല ഈയിടത്തെ ഒരു സെമിനാറിൽ പങ്കെടുത്ത് ചോദിച്ചതുപോലെ ആയിഷ ബീവിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, പക്ഷേ നമ്മളിൽ നിന്നും എത്ര ആയിഷമാരുണ്ടാകുന്നു എന്നിടത്താണ് ചോദ്യമെന്നവർ പറയുകയുണ്ടായി. ഖുർആനിനെ കുറെ കൂടി അഗാധ തലത്തിൽ പഠിക്കുവാൻ, അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാൻ, അതിനെക്കുറിച്ച് പണ്ഡിതോചിതമായി മറുപടി പറയുവാനുള്ള ആളുകൾ തീർച്ചയായും ഇനിയും നമ്മൾക്കിടയിൽ നിന്നും ഉണ്ടായി വരണം എന്നർത്ഥം. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനീതിയുടെ നേരെ വർത്തമാനം പറയുന്ന വേദഗ്രന്ഥം കൂടിയാണത്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ബിലാൽ ഇബ്നു റബാഹയെയും പേർഷ്യക്കാരനായ ഫാരിസിയെയും
ഖുറൈശിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഒരൊറ്റ മാലയുടെ മുത്തുകളായി കോർക്കുവാൻ സാധിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ നീതിയുടെ വർത്തമാനം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കുന്നവർ പറയാറുണ്ട്. ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ, ജാതിയുടെ മേൽത്തട്ടോ താഴ്ത്തട്ടോ എന്ന അതിർവരമ്പുകളില്ലാതെ ഒരൊറ്റ നൂലിൽ അത് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ കോർക്കുവാൻ പഠിപ്പിച്ചു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ അള്ളാഹുവിൻ്റെ അടുക്കൽ തഖ്വയുള്ളവനാണ്. നമ്മൾ ജാതീയമായിട്ട് നിങ്ങൾ ഇന്ന് പണിയെടുക്കുന്നവരാണോ, നിങ്ങൾ ഇന്ന കുടുംബത്തിലാളാണോ, നിങ്ങൾ കറുത്തവനാണോ വെളുത്തവനാണോ സൗന്ദര്യമുള്ളവനാണോ എന്ന കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾക്ക് വില നിശ്ചയിക്കുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഇസ്ലാമിൻ്റെ മാനവികതയെക്കുറിച്ചുള്ള വർത്തമാനം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പൊസിഷനിങ് ചെയ്യുന്ന ആൾ മനുഷ്യൻ, അത് അള്ളാഹുവിനോട് ഏറ്റവും സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവനാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തോ പ്രതാപമോ തറവാട്ട് മഹിമയോ നിറമോ കളറോ എന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ വിലമതിക്കില്ല നിങ്ങളുടെ തഖ്വയല്ലാതെ എന്നതാണ് ഇസ്ലാമിൻ്റെ പാഠം. ഈ ഇസ്ലാമിൻ്റെ പാഠം മറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചവരുടെ ചരിത്രവും നമുക്ക് തീർച്ചയായും കാണുവാൻ സാധിക്കും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാൻ, അതിനെ അപഗ്രഥനം നടത്തുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട് സൂറത്തുർ റഹ്മാനിൽ, പ്രവാചകരെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ധൃതിപ്പെടുന്നത്? തീർച്ചയായും ഇതിനെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രവാചകരെ, താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് ആത്മസംഘർഷത്തിൽ അറപ്പെട്ട് മറന്നു പോകുമോ എന്ന് ഭയപ്പെട്ട് വീണ്ടും വീണ്ടും ഉരുവിട്ട് പ്രവാചകരെ താങ്കൾ കൂടുതൽ പ്രയാസപ്പെടേണ്ടതില്ല. തീർച്ചയായും ഇതിൻ്റെ സംസ്ഥാപനം എന്നുള്ളത്, ഇതിൻ്റെ ക്രോഡീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായിട്ട് താങ്കളിലേക്ക് മനുഷ്യരിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ എത്തുന്ന സമയത്തല്ലേ ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങളല്ലാതെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. ഇന്ന് നിങ്ങൾ ഒരുപാട് മനുഷ്യരുടെ കെയറിങ് കൊണ്ട് നിങ്ങൾ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നുണ്ടാകാം. നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടാവല്ലേ? നമ്മുടെ മകൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയാൽ ചിലപ്പോൾ നമ്മൾ പറയണ്ടാവും ഉപ്പാനോട്, അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാ, കാരണം എന്നെ ഒന്നും പറയൂലല്ലോ, അത് ഓൻ്റെ കയ്യിൽ നിന്നല്ല, അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാ, അത് ഓൻ്റെ അടുത്തുനിന്നല്ല എൻ്റെ അടുത്തുനിന്നാ. എത്ര സ്മൂത്തായിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താറുള്ളത് അല്ലേ? എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ സാരില്ല, ഞാൻ പറയാം, സാരില്ല, വിട്ടേക്ക്. ഈ ജീവിതത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെയോ സംഘടനാ നേതാക്കളുടെയോ നമ്മുടെ തന്നെ ബന്ധുമിത്രാദികളുടെയോ ശുപാർശ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് വരും. പക്ഷേ ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ ഇന്ന സഅയഹു സൗഫ യുറ. കർമ്മങ്ങൾ കൊണ്ട് മനോഹരമാക്കുന്ന, ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരു മനുഷ്യനെ കൂടിയാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് ജീവിതം മനോഹരമാക്കുക. ഒരു ശുപാർശകനും ഒരു പാപഭാരം പേറുന്നവനും വേറൊരാളുടെ പാപഭാരം പേറുവാൻ സാധിക്കാത്ത ഒരു ദിവസം വരും. നിങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ നിങ്ങൾ ചെയ്തത് മാത്രമാണ് ഉണ്ടാവുക അല്ലേ? നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു കണിക പോലും നഷ്ടപ്പെടാതെ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അനുയായികളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഒരു കർമ്മങ്ങളെയും നിസ്സാരമായി കാണരുത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഹൃദയം തുറന്നൊന്ന് ചിരിച്ചാൽ അത് അവന് കൊടുക്കുന്ന ഗിഫ്റ്റാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊരു സ്വതക്കയാണ്, സമ്മാനമാണ്, ഗിഫ്റ്റാണ്. നിങ്ങളുടെ കൈത്തൊട്ടിയിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളം വേറൊരു സഹോദരൻ്റെ കയ്യിലേക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ അതും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മമാണ്. ഒരു ആട്ടിൻകുളമ്പാണ് നിങ്ങൾ കറവെക്കുന്നതെങ്കിൽ കൂടി നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾ നിസ്സാരമായി കാണരുത്, അതും നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് ഈ ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ഒരു ജോലി ചെയ്യുമ്പോൾ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ജോലി ചെയ്യുവാൻ സഹായിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ നിസാരമായി കാണരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ ഒരു കർമ്മ പുസ്തകത്തെക്കുറിച്ച് സൂക്ഷ്മമായി നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും നമുക്കറിയാം അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി റുട്ടീൻ ഒന്നാവുന്നവരാണ് നമ്മൾ. രാവിലെ എണീക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഉച്ചയാവുന്നു, രാത്രിയാവുന്നു, പിന്നെ എന്നും ഒരേ പ്രൊസീജിയേഴ്സിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ. ഒരിക്കലൊരു കടപ്പുറത്ത് ഒരു തീരപ്രദേശത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ, റമദാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവർ ചോദിച്ചു എൻ്റെ അടുത്ത്, മോളെ ഖുർആൻ പഠിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പ്രായം എത്രയായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എത്രയായിരുന്നു പ്രായം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖുർആൻ പഠിച്ചിരുന്നവർക്ക് എത്രയായിരുന്നു പ്രായം? നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഖുർആൻ ഉണ്ടോ എന്നിടത്താണ് ചോദ്യം അല്ലേ? പലതിനും വേണ്ടി സമയം നീക്കി വെക്കുന്ന നമുക്ക് സാധാരണ പറയാൻ സാധിക്കും, ഇന്ന് 10 മണിക്ക് ഇവിടെ പരിപാടിക്ക് വരണമെന്ന് വിചാരിച്ച നിങ്ങൾ വീട്ടിലെ പണി എത്ര മണിക്കാണ് തീർത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, ഇന്ന് ഞാൻ 8 മണിയോടുകൂടി എൻ്റെ ഉച്ച ഫുഡ്, രാവിലത്തെ ഫുഡ് അല്ലേ, വീട് അലക്കൽ, തുടക്കൽ, അടിച്ചുവാരലൊക്കെ തീർന്നു. ഇതേ പണി നിങ്ങൾ ഓരോ ദിവസവും എത്ര മണി വരെയാണ് നീട്ടിക്കൊണ്ടു പോകാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞാലും എൻ്റെ പണി ഇത് തന്നെയായിരിക്കുമെന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം സ്ത്രീകളെയുമാണ്. അതിൻ്റെ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു ഖുർആൻ സ്റ്റഡി സെൻ്ററിൽ ഒരു ക്ലാസ് കേൾക്കാൻ നിങ്ങൾ പോകുവാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും എന്നതുള്ളതാണ് വസ്തുത. ആഴ്ചയിലൊരു ക്ലാസ് ആണെങ്കിൽ എൻ്റെ പണി എനിക്ക് തീർത്താൽ തീരാത്ത പണി എന്താണ് മനുഷ്യ, നിങ്ങൾക്ക് ഇത്രമാത്രം തീർത്താൽ തീരാത്ത പണി എന്ന് ചോദിക്കുമ്പോൾ 10 മണിക്ക് ശേഷം സ്കൂളിൽ പോകുന്ന, അതിനുശേഷം മരണ വീട് സന്ദർശിക്കുന്ന, വൈകുന്നേരം തിരിച്ചു വരുന്ന വഴിയിൽ രോഗി സന്ദർശനം നടത്തുന്ന, അടുക്കള ഏറ്റവും നല്ല അടുക്കള കൃഷി നടത്തുന്ന, വീട്ടിന് മുമ്പിൽ അതിമനോഹരമായ പൂന്തോട്ടമുണ്ടാക്കുന്ന ഊർജ്ജസ്വലയായ ഒരു പെണ്ണിനും ലഭിച്ചിട്ടുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അതേ 24 മണിക്കൂറാണെന്ന് ചിന്തിക്കുമ്പോഴാണ് സമയത്തെ കൃത്യപ്പെടുത്തിക്കൊണ്ട്, കർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള, സമയത്തെക്കുറിച്ച് സൂക്ഷ്മമായി ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്ന് അപ്പോഴാണ് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെറുതെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ഏറ്റവും മനോഹരമായി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുവാനാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേൾക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നൽകുന്ന ഒരു കർമ്മമായിട്ട് നാഥൻ സ്വീകരിക്കുമെങ്കിൽ. നിങ്ങൾ പരീക്ഷ എഴുതണമെന്ന് പ്രഷർ ചെലുത്തുമ്പോഴാണ് പ്രശ്നം എന്ന് ചില ആൾ പറയാറുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ അത്രയും നല്ലത്, പക്ഷേ എങ്കിലും ഇരിക്കുകയും കേൾക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളുടെ കുടുംബമാണ് മനോഹരമായി തീരുക. നമുക്ക് ആഗ്രഹമുണ്ട് മാതാപിതാക്കളെ ഏറ്റവും സ്നേഹിക്കുന്ന മക്കളുണ്ടാവണമെന്ന്. ഏറ്റവും നല്ല ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ഒരു ഇണ നമുക്കുണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കുടുംബജീവിതത്തിൽ വീട്ടിൽ പരസ്പരം ഐക്യമുണ്ടാവണം നമുക്ക് ആഗ്രഹമുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നമസ്കരിക്കുകയും. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. ഒരു ഉപ്പക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മക്ക് ഏറ്റവും നല്ല പാരൻറ്റിങ് പഠിക്കണമെങ്കിൽ നിങ്ങൾ സൂറത്ത് ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം ഒന്ന് വായിച്ചാൽ മതിയാകുമെന്ന് ചില ആളുകൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് ചില സൈക്കോളജിസ്റ്റുകൾ. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ ആദ്യമായിട്ട് പറയുന്നത്, മോനെ, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ നീ അള്ളാഹുവിനെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, മകനെ, നീ അള്ളാഹുവിന് എന്ത് ചെയ്യുക? നീ നിൻ്റെ മാതാപിതാക്കളോട് കാരുണ്യം ചെയ്യുക. വഹ്നൻ വലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമിൻ അനിഷ്കുറു ലീ വലിവാലിദൈക വഇലയ്യൽ മസീർ. നീ മാതാപിതാക്കളോട് കാരുണ്യം ചെയ്യുക, അവരോട് നന്ദി കാണിക്കുക, എന്നോടും നന്ദി കാണിക്കുക, എന്നിലേക്കാണ് നിന്റെ മടക്കം. മൂന്നാമതായിട്ട് അദ്ദേഹം മകന് കൊടുക്കുന്ന ഉപദേശം, അഖിമിസ്സലാത്തി വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നീ നമസ്കാരം നിലനിർത്തണം. ഒരു മനുഷ്യൻ്റെ നമസ്കാരം നന്നായാൽ ബാക്കിയെല്ലാം മെല്ലെ മെല്ലെ നന്നായിക്കോളും. ഒരു മനുഷ്യൻ്റെ നമസ്കാരം കൃത്യപ്പെട്ടാൽ, ഒരു മനുഷ്യൻ്റെ നമസ്കാരം കൃത്യപ്പെടുകയും അത് യഥാവിധി നിർവഹിക്കുകയും ചെയ്താൽ ബാക്കി എല്ലാ കാര്യത്തിലും കൃത്യതയും നിഷ്ഠയും തീർച്ചയായും അവന് വന്നു ചേരുക തന്നെ ചെയ്യും. അദ്ദേഹം പറയുന്നത്, വസ്ബിർ അലാ മാ അസാബക, നിനക്കേൽപ്പിക്കുന്ന കാര്യങ്ങൾ, വന്നു ഭവിക്കുന്ന സങ്കടങ്ങളിൽ മോനെ നീ പതറിപ്പോവരുത്, നീ വല്ലാതെ ചഞ്ചലനാവരുത്,
നീ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് നീ ക്ഷമിക്കണം കുഞ്ഞുമോനെ എന്നാണ് അദ്ദേഹം മകനെ ഉപദേശിക്കുന്നത്. 4-മത് അദ്ദേഹം പറയുന്നത് വലാ തുസഇർ ഖദ്ദക ലിന്നാസി. മാതാപിതാക്കളോട് അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു, ആരാധനകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ക്ഷമയെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ. സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു മകൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. മോനെ, ഒരു മനുഷ്യനെ തൊട്ടും നീ നിന്റെ കവിൾത്തടത്തെ തിരിച്ചു കളയരുത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അറബി ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാക്കും. സൊഅർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് ചില അസുഖം ബാധിക്കാറുണ്ട് അത്ര. അതിൻ്റെ കഴുത്ത് ഒരു ഭാഗത്ത് ചെരിയുന്ന അസുഖത്തിനാണ് സൊഅർ എന്ന് പറയുക അത്രേ. ആ അസുഖം ബാധിച്ച ഒട്ടകത്തിൻ്റെ മുഖം എപ്പോഴും ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുമെന്നാണ്. നീ ഒട്ടകത്തിന് അസുഖം ബാധിച്ച ഒട്ടകത്തിൻ്റെ മുഖം ഒരു വശത്തേക്ക് തിരിക്കുന്നത് പോലെ പാവപ്പെട്ടവൻ്റെ നേരെ, അധസ്ഥിതരുടെ നേരെ, ദരിദ്രരുടെ നേരെ, അഹങ്കാരത്തിൻ്റെ മുഖവുമായിട്ട് മോനെ നീ ഒരു മനുഷ്യനെയും നിന്ദ്യനായി കാണുകയോ അവൻ്റെ നേരെ നീ മുഖം തിരിക്കുകയോ ചെയ്യരുത്. നീ എല്ലാ മനുഷ്യരെയും ആദരിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും വിനയം നിനക്കുണ്ടാവുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന മഹാപാഠമാണ് ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ മകന് പഠിപ്പിക്കുന്ന ഉപദേശം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാരൻറ്റിങ് ക്ലാസ് എടുക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ഓരോ പോയിന്റുകളും ഇങ്ങനെ 1 by 1 എഴുതി കൃത്യപ്പെടുത്തിയാലും വിശുദ്ധ ഖുർആനിൽ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ തലങ്ങളിലെയും നമ്മൾ എടുത്തു വെച്ച് പഠന വിധേയമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മാറ്റം വരുത്തുന്ന വിശുദ്ധ ഖുർആനെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വെറുതെ പാരായണം ചെയ്തു പോയി ഒരു സുഖമാസ്വദിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നിലപാടിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട വർത്തമാനം നമുക്കറിയാം അല്ലേ? യർമൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ആയിഷ ബീവിയെയും കൂട്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് യുദ്ധത്തിന് പോയത്. തിരിച്ചു വരുന്ന സമയത്ത് ആയിഷ ബീവിയുടെ മാല നഷ്ടപ്പെട്ടു അവർ തമ്പടിച്ച സ്ഥലത്തുനിന്ന്. അങ്ങനെ ആയിഷ ബീവി അതിങ്ങനെ തിരയുന്ന സമയത്ത് മാല കണ്ടില്ല. പക്ഷെ ആളുകളൊക്കെയും എന്ത് ചെയ്തു? തിരിച്ചു മദീനയിലേക്ക് പോയി. കാരണം ആയിഷ ബീവി ഒട്ടകത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് ആളുകൾ വിചാരിച്ചത്. ആ സമയത്ത് ആയിഷ ബീവിയെക്കുറിച്ച് പറയുന്ന അവർ കനം കുറഞ്ഞ സ്ത്രീയായിരുന്നു, മെലിഞ്ഞ സ്ത്രീയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആയിഷ ബീവി ഉണ്ടെന്ന് കരുതി യാത്രാ സംഘം എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബക്കളും മദീനയിലേക്ക് പോയി. ആയിഷ ബീവി പക്ഷെ മാല തിരയുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ മാല തിരഞ്ഞ് കണ്ടുകിട്ടിയില്ല. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ എന്തില്ല? അതിൻ്റെ ആ യാത്രാ സംഘം അവിടെ ഇല്ല. അങ്ങനെ ആയിഷ ബീവി എന്ത് ചെയ്തു? പ്രയാസപ്പെട്ട ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആളുകൾ വഴിയിൽ വല്ലതും മറന്നു വെച്ച് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി പിറകിൽ ഒരു സംഘത്തെ നിശ്ചയിക്കാറുണ്ടാണ്, ചില വ്യക്തികളെ നിശ്ചയിക്കാറുണ്ടെന്നാണ്. അങ്ങനെ അല്ലാഹുവിൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ സഫ്വാൻ അദ്ദേഹം അങ്ങനെ തിരഞ്ഞു വരുന്നുണ്ട്, വല്ലതും ഇങ്ങനെ വഴിയിൽ കളഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ. അപ്പോഴാണ് അദ്ദേഹം ആയിഷ ബീവിയെ കാണുന്നത്. ആയിഷ ബീവിയെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണെന്ന് അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആയിഷ ബീവിയെ എന്ത് ചെയ്തു? ഒട്ടകപ്പുറത്തിലേക്ക് ഇരുത്തി അദ്ദേഹം മദീനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പോയ ആയിഷ ബീവിക്ക് വല്ലാത്ത പനി ബാധിച്ചവർ കിടപ്പിലാകുന്നുണ്ട്. പക്ഷേ പുറത്തു നടക്കുന്നൊരു സംഭവം അവർ അറിയുന്നുമില്ല. ഇതിനെയാണ് അപവാദ പ്രചരണം എന്ന് നമ്മൾ പറയാറുള്ളത്. സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം ഇടപെടുന്ന ചില ആയത്തുകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പുറത്ത് വലിയ ഘോഷങ്ങൾ നടക്കുകയാണ്. ആളുകൾ ഇങ്ങനെ പ്രചരണം കൊണ്ട്, രൂക്ഷമായ വിമർശനം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണോ? മുഹമ്മദിൻ്റെ പത്നിയാണ് എന്ത് ചെയ്തത്? വ്യഭിചരിച്ചിട്ടുള്ളത്. ആളുകൾ പറയാൻ തുടങ്ങി ആയിഷ തെറ്റ് ചെയ്തിരിക്കുന്നു. ചില സഹാബാക്കൾ ഇത് കേട്ട് വിശ്വസിച്ചു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. പാവം ആയിഷ ബീവി ഇതൊന്നും അറിഞ്ഞില്ല. അങ്ങനെയാണ് അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു സഹാബി വനിത ഒരു ദിവസം അവരുടെ മകനെ ശപിക്കുന്നത്, അല്ലെങ്കിൽ മകന് നേരെ ശാപപ്രാർത്ഥന നടത്തുന്ന ആയിഷ ബീവി കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, എന്തിനാണ് അദ്ദേഹത്തെ നിങ്ങൾ ശാപപ്രാർത്ഥന നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത്, ആയിഷ നീ ഒന്നും അറിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും എത്രമാത്രം ആത്മസംഘർഷമാണ് അനുഭവിക്കുന്നതെന്ന്, നിന്നെക്കുറിച്ച് ആളുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ആയിഷ നീ അറിയില്ലേ എന്നവർ ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്, പിന്നീടുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങിയില്ല. ആയിഷ ബീവിയുടെ സാഹിത്യ ഭാഷയിൽ ആയിഷ ബീവി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്, അതിനുശേഷം
ഉറക്കം എൻ്റെ കണ്ണുകൾ സുറുമ എഴുതിയിട്ടില്ല എന്ന് ആയിഷ ബീവിയെക്കുറിച്ച് പറയുന്ന അതീവ ഗാംഭീര്യമുള്ള സാഹിത്യ ഭാഷ ഉപയോഗിക്കുന്നവരുന്ന. ഉറക്കം എൻ്റെ കണ്ണുകളിൽ സുറുമ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഉറങ്ങാത്ത രാത്രികളാണ് ആയിഷ ബീവിക്കുണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നില്ല. കാരണം അള്ളാഹു തന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. ആയിഷ ബീവിയെക്കുറിച്ച് ആളുകളെടുത്ത് അന്വേഷിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത്, നിങ്ങൾക്ക് എന്താണ് ആയിഷ ബീവിയെക്കുറിച്ചുള്ള അഭിപ്രായം. ആളുകളിങ്ങനെ പറയുന്നുണ്ട്, പാവാണ്, ചിലപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോകുമ്പോൾ മാവ് ആട് തിന്നു പോകുമെന്ന പ്രശ്നമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. രാത്രികാലങ്ങളിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന ആയിഷ ബീവി പകലിൽ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയാൽ മാവ് എന്ത് ചെയ്യും, ആട് തിന്നും എന്നൊരു പ്രശ്നം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നതാണ് കൂടെയുള്ള സ്ത്രീകൾ പറയുന്നത്. അങ്ങനെയാണ് പ്രാർത്ഥനാ നിരതയായിരിക്കുന്ന ആയിഷ ബീവിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അപവാദത്തിനിരയായ, ഒരു തെറ്റും ചെയ്യാത്ത സാധുവായ ഒരു സ്ത്രീയുടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നത്, നിങ്ങളിലേക്ക് ഒരു കൂട്ടർ വന്ന സമയത്ത്, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, നിങ്ങളിൽ നിന്നും ഒരു കൂട്ടർ അപവാദ പ്രചരണവുമായി വന്ന സമയത്ത് എന്ന് തുടങ്ങിയ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ നന്മ കാണാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഹാദാ ഇഫ്കും മുബീൻ, ഇതൊരു അപവാദ പ്രചരണമാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഒന്നടങ്കം ഞാൻ നശിപ്പിച്ചു കളയുമായിരുന്നു എന്ന് ആയിഷ ബീവിയുടെ ആ സംഭവത്തിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്ന ചരിത്രം നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാണ്, തൻ്റെ മകൾ, നിരപരാധിയായ തൻ്റെ മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസം, അതിന് ആ അപവാദത്തിന് മുൻനിരയിലുണ്ടായിരുന്ന ഒരു സ്വഹാബിയെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാണ്. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, ഇനി മുതൽ ആ സ്വഹാബിക്ക് എന്തെയില്ല, ഞാനൊരു സഹായവും ചെയ്തു കൊടുക്കില്ല എന്ന് ആ പിതാവ് തീരുമാനിക്കുകയാണ്. സ്വാഭാവികമാണല്ലോ, എൻ്റെ മകളെക്കുറിച്ച് ഇങ്ങനെ മാത്രം പറഞ്ഞു പരുത്തുവാൻ മുൻപന്തിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുചെലവുകൾ നിർവഹിച്ചിരുന്നത് ഞാനാണ്, അദ്ദേഹത്തിൻ്റെ സഹായം, സാമ്പത്തികമായി സഹായം ചെയ്തിരുന്നത് ഞാനാണ്, ഇനി ഞാനത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെയാണ് സൂറത്തുൻ നൂറിൽ അതിനുശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? അതൊരു ചോദ്യമാണ്. നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊരു നിലപാട് സ്വീകരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശപഥവും നിങ്ങൾ എടുത്തു പോവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്ത് കേൾക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആയത്ത് കേട്ട മാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹി ഇന്നാ നുഹിബ്ബു അയ്യഗ്ഫിർ ലനാ യാ റബ്ബന, വല്ലാഹി അല്ലാഹുവേ, ഞങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നാഥ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അതിനുശേഷം എങ്ങനെയാണോ ആ സ്വഹാബിയെ സഹായിച്ചത് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന, അദ്ദേഹവുമായി ബന്ധപ്പെട്ട മാനസികമായ എല്ലാ പ്രയാസങ്ങളെയും സംഘർഷങ്ങളെയും വെറുപ്പിനെയും ഇല്ലാതാക്കുന്ന സത്യവിശ്വാസിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആ ചരിത്ര പശ്ചാത്തലം വിഭജിക്കുന്നിടക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ നിലപാടുകൾ എങ്ങനെയാണ് നിങ്ങൾ തിരുത്തുന്നത്? നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കുന്നത്? നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളിൽ നിഷ്ഠ പാലിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഖുർആൻ എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ സാധിക്കുന്നത് എന്നിടത്താണ് ചോദ്യം, അല്ലേ? നമ്മുടെ പേരമക്കൾ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ നമ്മളോട് ചിലപ്പോൾ ചില ചോദ്യം ചോദിക്കും. കൈ കണ്ടാൽ എന്താ പ്രശ്നം? മുടി കണ്ടാൽ എന്താ പ്രശ്നം? അല്ലേ? തട്ടം ഇങ്ങനെ തന്നെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്ന് പറയുന്നത് എന്തിനാണ്? ഒന്ന് വർത്തമാനം പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ എന്താണ് പ്രശ്നം? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നിങ്ങൾക്കിടയിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ സത്യവിശ്വാസികൾക്ക് അത് അങ്ങേയറ്റം സന്തോഷമായിരിക്കും. ഇനി നേരെ മറിച്ചോ സത്യനിഷേധികളായ ഈമാൻ ഉറച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ ഒരു തരം അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ പഠിക്കുമ്പോൾ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ നെഞ്ചിലേറ്റുമ്പോഴാണ്, ഈമാൻ ഉറക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ആ ഒരു അസ്വസ്ഥതകളെയും, നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തുണ്ട്, ഇദാ ദുക്കിറല്ലാഹു വഅദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അന്ത്യനാളിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ നിയമങ്ങൾ പറയുമ്പോൾ ഒരു തരം ചൊറിച്ചിലായിരിക്കുന്നതാണ്. എന്നാലോ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ, റബ്ബിൻ്റെ വിധികളെക്കുറിച്ച് പറയുമ്പോൾ, ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ ഇദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് അങ്ങേറ്റത്തെ സന്തോഷമായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റ് ജീവിക്കുവാൻ സാധിക്കുന്ന, അത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഇപ്പോൾ നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന, ആചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നിയമങ്ങളെയും അത് ഇസ്ലാമികമായ റബ്ബ് പറഞ്ഞത് തന്നെയാണോ എന്ന് പുനഃപരിശോധിക്കുവാൻ, ഹൃദയത്തിൽ റബ്ബിനെ ചേർത്ത് വെക്കുവാൻ, വിശുദ്ധ ഖുർആനിനെ ചേർത്ത് വെക്കുവാൻ, സമാധാനത്തോടുകൂടി ബന്ധങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുവാൻ. ഏതുപോലെ ഒരിക്കലൊരു സഹാബി ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ സഹാബി സ്വർഗത്തിലാണ്. ആളുകൾക്ക് ഇങ്ങനെ അത്ഭുതം. കാരണം എന്താ? അദ്ദേഹം സാധാരണ നമ്മളുടെ ഇടയിലുള്ളൊരു സഹാബിയാണ്. എന്നിട്ട് വേറൊരു സഹാബി തീരുമാനിച്ചു ആ സഹാബിയുടെ വീട്ടിൽ പോയൊന്ന് അതിഥിയായി നിൽക്കണം. എന്താണ് അദ്ദേഹത്തിനെ സ്വർഗത്തിന് അർഹനാക്കിയതെന്ന് അറിയണമല്ലോ. അങ്ങനെയാണ് ആ സഹാബി എന്ത് ചെയ്ത് മറ്റേ സഹാബിൻ്റെ ഗസ്റ്റായിട്ട്, അതിഥിയായിട്ട് പോയത്. 3 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. അദ്ദേഹം നമസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, ളുഹയുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതല്ലാത്ത ഞങ്ങളൊക്കെയും ചെയ്യുന്ന കാര്യങ്ങളല്ലാത്ത വേറെ ഒന്നും പുതിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ എന്ന സങ്കടത്താൽ, സ്വർഗത്തിന് അദ്ദേഹത്തിനെ അർഹനാക്കിയത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിൻ്റെ സങ്കടത്താൽ അന്ന് പിരിഞ്ഞു പോകാനിരിക്കുമ്പോഴാണ് മറ്റേ അതിഥി ചോദിച്ചത്, ആതിഥേയൻ ചോദിച്ചത്, എന്തു പറ്റി താങ്കൾക്ക്? താങ്കളുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ ഏറ്റവും നല്ല അതിഥിയായിട്ടല്ലേ സ്വീകരിച്ചത്, എൻ്റെ ആതിഥേയത്തിൽ വല്ല പ്രശ്നവുമുണ്ടായോ എന്ന് അദ്ദേഹം സങ്കടത്തോടുകൂടി ചോദിക്കുമ്പോൾ ഈ സ്വഹാബി മറുപടി പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കളുടെ വരവിന് മുമ്പ്, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിരുന്നു. എന്താണ് താങ്കളെ സ്വർഗത്തിന് അർഹനാക്കിയത് എന്ന് അറിയാനാണ് തീർച്ചയായും ഞാൻ താങ്കളുടെ അതിഥിയായിട്ട് ഈ വീട്ടിൽ വന്നത്. പക്ഷേ എനിക്ക് പ്രത്യേകമായിട്ടൊന്നും കാണുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. പ്രത്യേകമായിട്ടൊന്നും ജീവിതത്തിൽ നിങ്ങൾ ഈ പറയുന്ന കൃത്യനിഷ്ഠമായ നമസ്കാരം, തഹജ്ജുദ്, അതിനല്ലാതെ ഖുർആൻ പാരായണം, അതല്ലാതെ വേറൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനെന്നും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് കണ്ടുമുട്ടിയ മനുഷ്യരെക്കുറിച്ച് ഞാൻ എന്നെക്കുറിച്ചൊന്ന് വിചാരണ ചെയ്യും. ഏതെങ്കിലും മനുഷ്യൻ്റെ ഹൃദയത്തെ ഞാൻ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കും. ഏതെങ്കിലും മനുഷ്യനുമായിട്ട് ഞാൻ പിണങ്ങിയിട്ടുണ്ടോ, ഏതെങ്കിലും മനുഷ്യനുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും. അങ്ങനെ എനിക്ക് സംശയം തോന്നിയാൽ പോലും അദ്ദേഹത്തെ കണ്ടൊന്ന് മുആനക്ക ചെയ്ത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധം ഊഷ്മളപ്പെടുത്തി മാത്രമേ ഞാൻ എൻ്റെ വിരിപ്പിലേക്ക് ചായാറുള്ളൂ എന്ന് ആ സഹാബി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ സഹാബി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എങ്കിൽ അത് തന്നെയാണ് താങ്കളെ സ്വർഗത്തിന് അർഹനാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സൂറത്തുൻ നിസായിലെ ആയത്താണത്. കുടുംബ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. തീർച്ചയായും ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മതലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഇമയനക്കങ്ങളിലും നാഥൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മധുരമായി പുഞ്ചിരിക്കുവാനും സ്വസ്ഥമായി ഉറങ്ങുവാനും കളങ്കമില്ലാതെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും സാധിക്കണം. സമയത്തെക്കുറിച്ച് ബോധമതിയുള്ള, വായനയിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന, അറിവ് നേടുവാൻ വേണ്ടി മുന്നോട്ട് കുതിക്കുന്ന ഒരു കൂട്ടരെയാണ് അള്ളാഹു നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എപ്രകാരം എന്നാൽ സമയത്തെക്കുറിച്ചും ഖുർആൻ സ്റ്റഡി സെൻറ്ററിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ച് സമയം നിങ്ങൾ അതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ബദർ യുദ്ധത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയെക്കുറിച്ചൊരു ചരിത്രമുണ്ട്. ഉമൈർ ഇബ്നു ഹുമാം അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സഹാബാക്കളോട് വന്ന് പറയുന്നുണ്ട്, സാബിഖു ഇലാ മഅഫിറത്തിൻ അർളുഹ അർളുസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്ന ആയത്തിങ്ങനെ അദ്ദേഹം പാരായണം ചെയ്ത സമയത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതിയ സമയത്ത് അനുയായികളിൽ ഒരാളായ ഉമൈർ ഇബ്നുൽ ഹുമാം അൻസാരി അദ്ദേഹം കാരക്ക തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു തുകൽ സഞ്ചിയിൽ നിന്ന്.
ആ കാരക്ക തിന്നുകൊണ്ടിരിക്കുന്ന കാരക്ക പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ഹായ് ഹായ് എന്നൊരു ശബ്ദമുണ്ടാക്കിയത്രേ. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, എന്താണ് താങ്കൾ ഈ ശബ്ദമുണ്ടാക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, ആ സ്വർഗത്തിൽ എനിക്കും ഒരു ഇടമുണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാമോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതെ, താങ്കൾക്കും ആ സ്വർഗത്തിൽ ഒരു ഇടമുണ്ടാകും. അപ്പോൾ അദ്ദേഹം തിന്നുകൊണ്ടിരിക്കുന്ന കാരക്ക ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഈ കാരക്ക തിന്നു തീർക്കുന്ന സമയം പോലും ഞാൻ എന്തിനാണ് നഷ്ടപ്പെടുന്നതെന്നോർത്ത് ബദറിൻ്റെ രണാങ്കളത്തിലേക്ക് കുതിച്ച ഉമൈർ ഇബ്നു ഹുമാം അൻസാരി റളിയല്ലാഹു അൻഹുവിനെ, ബദറിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയെക്കുറിച്ച് കൂടി ഇസ്ലാം നമുക്ക് പറയുന്നുണ്ട്. തീർച്ചയായും സമയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും നമ്മൾ പുനഃപരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. തീർച്ചയായും വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ പഠിച്ചെടുക്കുവാൻ, ജീവിതത്തിലേക്ക് പകർത്തുവാൻ, നമ്മുടെ കുടുംബാന്തരീക്ഷം അത്തരത്തിലുള്ളതാക്കുവാൻ, സമൂഹത്തിൻ്റെ സേവന മനസ്സിലേക്ക് ഇറങ്ങുവാൻ, ആളുകളെ തീർച്ചയായും ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ നമ്മുടെ പ്രയത്നങ്ങൾ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.